യാൻ മാർട്ടലിൻ്റെ വിഖ്യാത നോവലായ ലൈഫ് ഓഫ് പൈയിൽ ഹൃദയത്തെ തൊടുന്ന ചില വരികളുണ്ട്. പൈ തൻ്റെ സുഹൃത്തായി മാറിയ റിച്ചാർഡ് പാർക്കർ എന്ന കടുവയുമായുള്ള ആ ഒരു ബന്ധത്തെ വളരെ മനോഹരമായി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഐ ഹാവ് നെവർ ഫോർഗോട്ടൺ ഹിം. ദെയർ ഐ സേ ഐ മിസ് ഹിം, ഐ ഡു. I miss him. I still see him in my dreams. They are nightmares mostly, but nightmares tinged with love. ഞാൻ അവനെ മറന്നിട്ടേയില്ല. ഇന്നും എൻ്റെ സ്വപ്നങ്ങളിൽ അവനുണ്ട്. ചിലത് ദുസ്വപ്നമാവാം, എങ്കിലും അവയിലൊക്കെയും സ്നേഹത്തിൻ്റെ ചായം പൂശിയിട്ടുണ്ട്. ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഓർമ്മകൾ അങ്ങനെയാണ്. ചില കളിക്കാർ അങ്ങനെയാണ്. അവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാക്കും. അവർ കളിക്കളത്തിൽ കാട്ടിയ വീരോചിത മൊമെൻറ്റുകൾ എന്നും മനസ്സിലുണ്ടാക്കും. കനത്കറിൻ്റെ ആ ഒരു ഒറ്റ ബൗണ്ടറി പോലെ, മുഹമ്മദ് കൈഫിൻ്റെയും യുവരാജ് സിംഗിൻ്റെയും നാറ്റ്വസ്റ്റ് ഹീറോയിസം പോലെ, ദിനേഷ് കാർത്തിക്കിൻ്റെ വീരോചിത നിദാസ് ട്രോഫി പ്രകടനം പോലെ. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രം എടുത്താൽ ദീർഘകാലം ടീമിനായി ഗംഭീര പ്രകടനങ്ങൾ നടത്തുകയും വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിട്ടും അർഹിച്ച യാത്രയപ്പ് ലഭിക്കാത്ത കുറേ പേരുണ്ട്. അവരിൽ പലരും ഇതിഹാസ സമാനമായ കരിയർ ഗ്രൗണ്ടിൽ ആടിയവരാണ്. We have never forgotten them. We miss them. We still see them in our dreams. ഇക്കുറി അർഹിച്ച യാത്രയപ്പ് ലഭിക്കാതെ കളി മതിയാക്കേണ്ടി വന്ന ഇതിഹാസ താരങ്ങളിലേക്ക് നമുക്കൊരു യാത്ര പോകാം. യഥാർത്ഥത്തിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അർഹിച്ച യാത്രയപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കിട്ടിയിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ ഒരു സച്ചിൻ, രമേശ് ടെണ്ടുൽക്കറെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. ചിലപ്പോൾ ഒരു പരിധിവരെ ആശിഷ് നെഹ്റയെയും പിന്നെ സൗരവ് ഗാംഗുലിയെയും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. സൗരവ് ഗാംഗുലിയുടെ കേസിൽ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് കരിയർ എന്താണ് ഞാനിങ്ങനെ പറഞ്ഞത്, അർഹിച്ച യാത്രയപ്പ്. പക്ഷേ ഏറെക്കുറെ പേരും നല്ലൊരു യാത്രയപ്പ് ലഭിക്കാതെ പതിയെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും സൈലൻ്റായി പിന്തിരിയുകയായിരുന്നു. ഓർമ്മകളിലേക്ക് അങ്ങ് മായുകയായിരുന്നു. മികച്ച യാത്രയപ്പ് ലഭിക്കാതെ ടീമിൽ നിന്നും പുറത്തു പോവേണ്ടി വന്ന കളിക്കാരിൽ ഏറ്റവും പ്രമുഖൻ വീരേന്ദ്ര സെവാഗാണ്. മുൾത്താനിലെ ട്രിപ്പിൾ സെഞ്ചുറി വീരൻ, നജഫ്ഘട്ടിലെ സുൽത്താൻ. ടെസ്റ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ന്യൂ ബോളിൻ്റെ ഷൈനിങ് മാറുന്നതുവരെ പ്രതിരോധിച്ച് മുട്ടിയും തട്ടിയും നിൽക്കണമെന്ന പഴയ സുനിൽ ഗവാസ്കറിൻ്റെ കാലത്തെയുള്ള മനോഭാവം മാറ്റിമറിച്ച് ഷോയിബ് അക്തർ ആവട്ടെ, ബ്രെറ്റ്ലി ആവട്ടെ, മക്കായ എൻറ്റിനി ആവട്ടെ, ഷെയ്ൻ ബോണ്ട് ആവട്ടെ, ചമിന്ദ വാസ് ആവട്ടെ, അടിച്ചങ്ങ് ബൗണ്ടറി ലൈൻ കടത്തി റൺസ് നേടാമെന്ന് കാണിച്ചു തന്ന താരമാണ് വീരേന്ദ്ര സെവാഗ്. ഒരു ദിനം കൊണ്ട് തന്നെ ഡബിൾ അടിച്ച് യെസ് ഐ ആം ഹിയർ എന്ന് അലറാതെ പറഞ്ഞ താരമായിരുന്നു സെവാഗ്. എത്രയോ ഇമാതിരി സുവർണ നിമിഷങ്ങൾ നമ്മുടെ നൊസ്റ്റാൾജിയുടെ ഭാഗം കൂടിയാണ് സെവാഗ് ഉൾപ്പെട്ടത്. സെവാഗ് ഇതിഹാസ താരമാണെന്ന് നമുക്കറിയാം. അഗ്രസീവ് ബാറ്റിംഗ് ശൈലി കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ മാത്രമല്ല ലോക ക്രിക്കറ്റിലെ തന്നെ ഹരമായി മാറിയ താരമാണ് വീരു. 2013 അദ്ദേഹം ദേശീയ ടീമിൽ നിന്നും പുറത്താകുന്നത്. വീണ്ടും ഒരു അവസരത്തിനായി 2 വർഷത്തോളം വീരേന്ദ്ര സെവാഗ് കാത്തിരുന്നെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ഒടുവിൽ 2015 2 വർഷത്തിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യൻ കുപ്പായത്തിൽ മികച്ചൊരു യാത്രയപ്പ് അദ്ദേഹത്തിന് നൽകാനുള്ള ഒരു ശ്രമം പോലും BCCIയുടെ ഭാഗത്തു നിന്ന് അന്നുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ഫീൽഡിങ്ങിൽ അലസൻ എന്ന് തുടങ്ങിയ പഴികളും വീരേന്ദ്ര സെവാഗിന് ആ കാലത്ത് കേൾക്കേണ്ടി വന്നിരുന്നു. കാര്യമായ വിരമിക്കൽ മത്സരം ലഭിക്കാത്ത മറ്റൊരു താരം മുൻ ഇടങ്കയ്യൻ ഓപ്പണറായ ഗബ്ബാർ ശിഖർ ധവാനാണ്. ഇന്ത്യയുടെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായുള്ള ICC ഇവൻസുകളിലെ എല്ലാമായിരുന്നു ഒരു കാലത്ത് ശിഖർ ധവാൻ. ശരിക്കും അദ്ദേഹത്തെ ഒരു അൺസങ് ഹീറോ എന്ന് തന്നെ വിളിക്കാം. മിസ്റ്റർ ICC എന്ന വിളിപ്പേര് തനിക്കൊപ്പം ഒരു അലങ്കാരമായി ചാർത്തിയ ആളാണ് ശിഖർ ധവാൻ. ആ ധവാനാണ് അവഗണനയുടെ കൂരമ്പുകൾ മാത്രം നേരിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സെലക്ഷൻ മാനദണ്ഡങ്ങളിൽ നിന്നും ഒരു സമയത്ത് മാറ്റി നിർത്തപ്പെട്ടത്. രോഹിത് ശർമ്മയും ശിഖർ ധവാനും ചേർന്നുള്ള കൂട്ടുകെട്ട് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഓപ്പണിംഗ് കോമ്പിനേഷനുകളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ICC ടൂർണമെന്റുകളിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ താരമായിരുന്ന ധവാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 2022 അദ്ദേഹം ദേശീയ ടീമിനായി അവസാനമായി കളിച്ചത്. ടീമിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമങ്ങൾ ധവാൻ ഒരുപാട് നടത്തിയെങ്കിലും അത് വിജയം കണ്ടില്ല. സെലക്ടർമാർ കണ്ട ഭാവമേ നടിച്ചില്ല. മറ്റൊരാൾ ഇർഫാൻ പത്താൻ. 27-28 വയസ്സിലാണ് പലരും കരിയർ തുടങ്ങുന്നത്. എനിക്ക് ആ പ്രായത്തിൽ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നു. ഹൃദയം തൊട്ടുകൊണ്ട് വിരമിക്കൽ സമയത്ത് ഇർഫാൻ പത്താൻ ഇത് പറയുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ തീർച്ചയായും ഒരു വിങ്ങൽ ആ സമയത്ത് രൂപപ്പെട്ടിരിക്കും. എനിക്ക് 27 വയസ്സായപ്പോൾ 301 രാജ്യാന്തര വിക്കറ്റുകൾ ഞാൻ വീഴ്ത്തിയിരുന്നു. ആ സമയം കളി നിർത്തേണ്ടി വന്നു എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടബോധം. കൂടുതൽ കളിക്കാനും വിക്കറ്റ് നേട്ടം 500ലേക്കും 600ലേക്കും ഒക്കെ എത്തിക്കാനും എനിക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് അവസരം ലഭിച്ചില്ല. പരാതികളില്ല, പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടബോധമുണ്ട്. 2016 ശേഷം മുസ്താഖ് അലി ട്രോഫിയിൽ റൺ വേട്ട നടത്തിയിട്ടും എന്നെ അവർ പരിഗണിച്ചില്ല. മികച്ച ഓൾറൗണ്ടറായിരുന്നു ആ സമയത്ത് ഞാൻ. എന്നാൽ എൻ്റെ ബോളിങ്ങിൽ തൃപ്തരല്ലെന്നാണ് ആ സമയത്ത് സെലക്ടർമാർ എന്നോട് പറഞ്ഞത്. അവർ എന്നിൽ സന്തുഷ്ടരല്ലെന്ന് വ്യക്തമാക്കിയപ്പോൾ തന്നെ ഇനി പ്രതീക്ഷ വേണ്ടെന്ന് എനിക്ക് വ്യക്തമായിരുന്നു. എന്നാൽ 2016-17 ശേഷവും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പത്താൻ തൻ്റെ വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്:
ഇർഫാൻ പത്താൻ. നമുക്കറിയാം ജൂനിയർ തലങ്ങളിലെ അമ്പരപ്പിക്കുന്ന ബോളിംഗ് പ്രകടനങ്ങൾ. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അസാമാന്യ പന്തടക്കവും സ്വിങ്ങിലുള്ള മികവും കാരണം സാക്ഷാൽ വാസിം അക്രവുമായി താരതമ്യം ചെയ്ത താരമാണ്. ലോവർ ഓർഡറിൽ സ്വാഭാവികമായ ബാറ്റിംഗ് മികവ് കൊണ്ട് ശ്രദ്ധയാകർഷിച്ച താരമാണ്. ചുരുണ്ട മുടിയും തിളങ്ങുന്ന കണ്ണുകളുമുള്ള ആ കൗമാരക്കാരൻ ഒരു ദേശത്തിന്റെ നെഞ്ചിലേക്ക് കുടിയേറിയത് വളരെ പെട്ടെന്നായിരുന്നു 2004. കൗശലവും വൈദഗ്ധ്യവും ഏറെ ആവശ്യമുള്ള, പഠിച്ചെടുക്കാൻ കാലങ്ങളെടുക്കുന്ന റിവേഴ്സിംഗ് എന്ന വജ്രായുധവും അദ്ദേഹം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സ്വായത്തമാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. എതിരാളികളും മുൻകാല ഇതിഹാസങ്ങളും എല്ലാം ഇർഫാൻ പത്താനെ ആ സമയത്ത് പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. ICC ആദ്യമായി ഏർപ്പെടുത്തിയ മികച്ച യുവതാരത്തിനുള്ള അവാർഡും ഇർഫാൻ പന്തെറിഞ്ഞപ്പോൾ കൂടെ പോന്നിരുന്നു. ആ കാലത്ത് ഒരു ഓൾറൗണ്ടറായി അയാളെ വളർത്തിയെടുക്കാനായിരുന്നു അന്നത്തെ കോച്ചുമാരുടെ ശ്രമം. ക്രമേണ അയാളുടെ പന്തുകളുടെ വേഗത പ്രകടമായ രീതിയിൽ കുറയാൻ തുടങ്ങുന്നു. ബാറ്റിങ്ങിലെ കൂടിയ ഉത്തരവാദിത്വം ടീമിൽ തൻ്റെ റോൾ എന്താണെന്നുള്ളതിൽ അയാളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. കൂനിൽ മേൽ കുരുവെന്ന പോലെ പരിക്കുകളും അലട്ടി തുടങ്ങുന്നു. സെലക്ടർമാരും അതോടെ അവഗണിച്ചു തുടങ്ങുന്നു. ഇന്ത്യക്കൊപ്പം വിരമിക്കൽ മത്സരം ലഭിക്കാതെ പോയവരുടെ ലിസ്റ്റിലെ അടുത്ത ആൾ യുവരാജ് സിംഗ് ആണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച മാച്ച് വിന്നറായ യുവരാജ് 2019 വിരമിക്കുന്നത്. 2017 ശേഷം 2 വർഷത്തോളം ടീമിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും അതിന് കഴിയാതെ വന്നതോടെ വിരമിക്കുകയായിരുന്നു. 40 ടെസ്റ്റ്, 304 ഏകദിനം, 58 T20 മത്സരങ്ങൾ. യുവരാജ് സിംഗ് എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയപ്പെട്ട യുവരാജാവ് ഇന്ത്യക്ക് വേണ്ടി പാഡ് അണിഞ്ഞത് അത്രയും അന്താരാഷ്ട്ര മത്സരങ്ങളിലായിരുന്നു. അരങ്ങേറ്റം തൊട്ട് ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ യുവരാജിന്റെ ഓരോ ഇന്നിംഗ്സുകളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇന്ത്യക്കായി 4 ലോക കിരീടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് യുവി. അണ്ടർ 15, അണ്ടർ 19, 2011 ഏകദിന ലോകകപ്പ്, 2007 പ്രഥമ T20 ലോകകപ്പ് എന്നിങ്ങനെ ഈ ടൂർണമെന്റുകളിലെല്ലാം ഇന്ത്യക്ക് കിരീടം നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് യുവി. ഇവയിൽ 3 പരമ്പരകളിലും മാൻ ഓഫ് ദ സീരീസ് ആയിരുന്നു യുവി. 2007 T20 ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ സ്റ്റുവർട്ട് ബ്രോഡിനെതിരെ ഒരു ഓവറിൽ 6 സിക്സറുകൾ പറത്തിയ ആ ഒരു നിമിഷത്തെ, ആ ഒരു യുവിയെ എങ്ങനെയാണ് നമുക്ക് മറക്കാനാവുക? 2011 ലോകകപ്പ് ഏതാണ്ട് 28 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെത്തുമ്പോൾ ക്യാൻസറിനെ മറികടന്ന് യുവരാജ് കാഴ്ചവെച്ച പോരാട്ട വീര്യം എന്നും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ആ ടൂർണമെന്റിൽ നേരത്തെ പറഞ്ഞതുപോലെ മാൻ ഓഫ് ദ സീരീസ് ആയിരുന്നു അദ്ദേഹം. മറ്റൊരു ലോകകപ്പ് നടക്കുന്നതിനിടയിലാണ് 2019 ഏകദിന ലോകകപ്പിന്റെ സമയത്ത് വിരമിക്കൽ തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് ചരിത്രത്തിന്റെ ഒരു കാവ്യ നീതി കൂടിയായിരുന്നു. പിന്നെയുള്ളത് സുരേഷ് റൈനയാണ്. 2020 സുരേഷ് റൈന കളി നിർത്തുന്നത്. എന്നാൽ അതിനും 2 വർഷം മുമ്പേ അദ്ദേഹം ടീമിൽ നിന്നും പുറത്തായിരുന്നു. രാഹുൽ ദ്രാവിഡിന്റെ ഇന്ത്യയിൽ കളി തുടങ്ങി വിരാട് കോഹ്ലിയുടെ ഇന്ത്യയിൽ വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും മികച്ച ഇടംകൈയൻ പരിമിത ഓവർ ക്രിക്കറ്റർമാരിൽ ഒരാളായിട്ട് അദ്ദേഹത്തെ കാലം എണ്ണുമെന്ന് ഉറപ്പാണ്. റൈനയുടെ ഇൻസൈഡ് ഔട്ട് ഡ്രൈവുകളും മിഡ് വിക്കറ്റിന് മുകളിലൂടെയുള്ള സ്ലോഗും സംസാര വിഷയമാകുമ്പോൾ റിങ്ങിനുള്ളിൽ ചാടി വീഴുന്ന ബില്ലി ബോർഡിന്റെ പിറകെ നിന്നുകൊണ്ട് അദ്ദേഹത്തെ അനുകരിക്കുന്ന സ്ട്രൈക്കർ സെഞ്ചുറി അടിക്കുമ്പോൾ ആദ്യം കൈപൊക്കുന്ന സുരേഷ് റൈനയെ കൂടെ നമുക്ക് എങ്ങനെയാണ് മറക്കാനാവുക? യുവരാജ് സിംഗ്, മുഹമ്മദ് കൈഫ്, സുരേഷ് റൈന, ആ ഒരു ത്രയം ബാക്ക്വേർഡ് പോയിന്റിലും കവറിലും ആ പൊസിഷനുകളിൽ നിൽക്കുമ്പോൾ, ഫീൽഡിംഗ് നിൽക്കുമ്പോൾ ഒരു പന്ത് പോലും 45 മീറ്റർ കടക്കുമെന്ന് തോന്നാത്ത ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്. വിരമിക്കൽ മത്സരം കിട്ടാത്തവരുടെ ലിസ്റ്റിൽ ഇതേ മുഹമ്മദ് കൈഫും ഹർഭജൻ സിംഗും ഗൗതം ഗംഭീറുമെല്ലാം ഉണ്ട്. 2007 പ്രഥമ T20 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ് എന്നിവയുടെയൊക്കെയും ഫൈനലുകളിലെ ടോപ്പ് സ്കോററായിരുന്നു ഇന്നത്തെ കോച്ചായ ഗൗതം ഗംഭീർ. ഗംഭീറിന് നല്ലൊരു യാത്രയപ്പ് ഇന്ത്യ നൽകിയിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ്. അതുപോലെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന്റെ നെടുന്തൂണുകളായി 2 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചേതേശ്വർ പൂജാരയും വെങ്കിട്ട് സായി ലക്ഷ്മണനും VVS ലക്ഷ്മണനും അർഹിച്ച വിടവാങ്ങൽ ലഭിച്ചിട്ടില്ല എന്നത് നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഹർഭജൻ സിംഗ് ആവട്ടെ സൗരവ് ഗാംഗുലിയുടെ ഇന്ത്യൻ കാലഘട്ടത്തിൽ ഇന്ത്യൻ ടീമിന്റെ കുന്തമുണിയായിരുന്നു. പക്ഷേ 2011 ലോകകപ്പിന് ശേഷം പലപ്പോഴും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. 2021 ബാജിയുടെ വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷേ 2016 ശേഷം അദ്ദേഹം ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല എന്നത് ഇന്നും അദ്ദേഹത്തെ അലട്ടുന്നുണ്ടെന്ന് പലപ്പോഴും അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഹീർ ഖാനും ഇതുപോലെ 2011 ലോകകപ്പിന് ശേഷം വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്ത താരമാണ്. അദ്ദേഹം വിരമിച്ചതാവട്ടെ 2015 ഒരുപക്ഷെ ഇവരെക്കാളും നല്ല താരങ്ങൾ പിന്നീട് വന്നതാവാം ഇവർക്ക് വേണ്ടത്ര അവസരങ്ങൾ പിന്നീട് ലഭിക്കാത്തതും വിരമിക്കൽ മത്സരം ലഭിക്കാത്തതിനും കാരണം. ഇവരെ ഒരുപക്ഷെ റീപ്ലേസ് ചെയ്ത് യുവതാരങ്ങൾ ആ പൊസിഷൻ ഫില്ലായതാവാം കാരണം. അതുമല്ലെങ്കിൽ പലപ്പോഴായി ഇവർ ഭൂതകാലമോർത്ത് ഇർഫാൻ പത്താനെ പോലെ ലോബിയിങ്ങും പക്ഷപാതവും ഒക്കെ ആരോപിച്ചതിൽ ചിലതിലെങ്കിലും പതിരുണ്ടായിരിക്കണം. എങ്കിലും ഇവരുടെ കളി ഓർമ്മകൾ ഓർക്കുമ്പോൾ, ഇന്ത്യൻ ടീമിന് വേണ്ടി നൽകിയ സംഭാവനകൾ ഓർക്കുമ്പോൾ ഇവർ കുറച്ചുകൂടി ബഹുമാനം അർഹിച്ചിരുന്നു എന്നത് തന്നെയാണ് സത്യം. വിടരും കാവ്യ സുമങ്ങളറുക്കാൻ നാളെ വേറെയും കവികൾ വരും. എന്നെക്കാൾ മികച്ച കാതികർ വരും, നിങ്ങളെക്കാൾ മികച്ച ശ്രോതാക്കളും. പക്ഷേ നാളെ ആരെങ്കിലും എന്നെ ഓർക്കുമോ എന്ന് ഞാൻ പറഞ്ഞ ലിസ്റ്റിലെ ഏതെങ്കിലും ക്രിക്കറ്റർ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഓർക്കും കൽപ്പാന്ത കാലത്തോളം എന്ന് തിരിച്ച് ആവേശത്തോടെ നിങ്ങൾ പറയുമെന്ന് ഉറപ്പാണ്.